1581 ദേവാലയം എന്നാണ് പഴയ പള്ളിയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത്രത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇത്. പോർച്ചുഗീസ് സ്റ്റൈലിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ പള്ളി പണിയുന്നതും പോർച്ചുഗീസുകാർ തന്നെയാണ്. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജാവിൽ നിന്നും ഒരുപാട് കഷ്ടപ്പെട്ട അനുവാദം വാങ്ങിച്ച് ഒക്കെ പണിതിരിക്കുന്നു എന്നാണ് ഈ പള്ളിയുടെ ഒരു ചരിത്രത്തിൽ പറയുന്നത്. ആദ്യകാലത്ത് അനുവാദം കൊടുക്കാതിരിക്കുകയും പിന്നീട് പണിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പുതിയ പള്ളിയും പഴയ പള്ളിയും പോർച്ചുഗീസ് മാതൃകയിൽ തന്നെയാണ്. പഴയ പള്ളിയുടെ അകത്ത് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. പഴയ രീതിയിലുള്ള കുമ്മായക്കട്ടകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു പള്ളിയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ അൾത്താരയിലൊരു പ്രത്യേകത ഞാൻ കണ്ടു. എനിക്ക് ആ രൂപത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല. അൾത്താരയുടെ സെൻറ്ററിൽ തന്നെ കാണുന്ന ആ ഒരു രൂപം മീൻ ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ്. ഇത് പഴയ വലിയ നമ്മുടെ ആനാമ്പള്ളിലൊക്കെ വെക്കുന്ന ഒരു തൊട്ടിയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ. അപ്പോൾ ഈ മീൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമാണ്. എനിക്ക് തോന്നുന്നു കടലോര പ്രദേശമൊക്കെ ആയതുകൊണ്ട് ആ രൂപത്തിന് എന്തെങ്കിലും പ്രത്യേകത ആണ്. അറിയാവുന്ന ആൾക്കാരെ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പം നല്ല കല്ലിൽ കെട്ടിയ പള്ളിയാണ് കേട്ടോ ഫ്രണ്ടിൽ ഉള്ള പുതിയ പള്ളി. രണ്ട് പള്ളിയും പോർച്ചുഗീസ് മാതൃകയിൽ തന്നെ പണിതിരിക്കുന്നതാണ്. പഴയ പള്ളി വെളുത്തച്ഛൻ്റെ കാലത്ത് വെളുത്തച്ഛൻ പണിയിപ്പിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. പുള്ളിയും പോർച്ചുഗീസുകാരനായിരുന്നു. പള്ളിയുടെ രണ്ട് സൈഡിലും ഈശോയുടെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈശോയുടെ ജനനവും ഒടുക്കത്തെ അത്താഴവും അങ്ങനെയുള്ള പല കാര്യങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുടെ ഒരു സൈഡിൽ തന്നെ നിത്യാരാധന ചാപ്പൽ എന്ന് പറഞ്ഞ് കൊടുക്കത്തുണ്ട്. ഓൾ ടൈം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ പള്ളിയുടെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമെന്ന് തോന്നുന്നു. ആ പള്ളിയുടെ മുറ്റം അടിപൊളിയാണ് കേട്ടോ. ആനക്കുട്ടിയും മറ്റേ മയിലും കൂണും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു അഡോറേഷൻ ചാപ്പലാണ്. അപ്പോൾ നമുക്ക് കയറി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആൾക്കാർക്കൊക്കെ പ്രാർത്ഥിക്കാം. പുറത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാം ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. തൊട്ടടുത്ത് തന്നെ കണ്ടോ ആ പള്ളിയുടെ മുറ്റത്ത് തന്നെ അവിടുന്ന് തന്നെ നമുക്ക് എൻട്രൻസും കാര്യങ്ങളുമൊക്കെ. ഞാൻ വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇതായതുകൊണ്ട് വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ നടന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങളും അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചതിലെല്ലാം വളരെ സട്ടിലായിട്ടുള്ളൊരു ഭയങ്കര ഉദിച്ച് നിൽക്കാത്തൊരു കളർ പെയിൻറ്റിങ് കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പണിത് വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പെയിൻറ്റിങ് നമ്മളെ ഭയങ്കരമായിട്ടും ആകൃഷ്ടമാക്കുന്നുണ്ട്. ഞാൻ പല പള്ളികളിലും നമ്മുടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാനൊക്കെ പറ്റും ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ടും ഒരു ഗ്രേസ്ഫുൾ തോന്നുന്നൊരു ഇതായിരുന്നു. നല്ല ഹൈറ്റുള്ള ആ ഒരു കല്ലും അതിൻ്റെ ഒരു ഗ്ലാസ്സുമാണ്. ബാക്കി പെയിൻറ്റിങ് ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഈ പള്ളിയിൽ. അതിലെല്ലാം കൂടെ ചേരുമ്പോൾ